വളരെ ക്ഷമയോടുകൂടി എടുക്കുന്ന പണിയാണ് കേട്ടാ. വളരെ ക്ഷമയോടുകൂടി എടുക്കുന്ന പണിയാണ് ഇബ്ലീസ്. കുത്തിവെച്ചു കല്ല്, ആ തലമുറയെ മരിച്ചു. അടുത്ത തലമുറ വന്നു. ഇബ്ലീസ് പോയി പറഞ്ഞു, മക്കളെ അള്ളാനെ നേരിട്ട് വിളിക്കണ്ട, പാപികളാണ് നിങ്ങൾ, ദോഷികളാണ് നിങ്ങൾ, അള്ളാനെ നേരിട്ട് വിളിക്കല്ലേ. പിന്നെ ബദ്ദിന്റെ അടുത്ത് പറയും, യൗക്കിന്റെ അടുത്ത് പറയും, യൗസിന്റെ അടുത്ത് പറയും, നസറിന്റെ അടുത്ത് പറയും. പറഞ്ഞു, ബദ്ദേ അള്ളാന്റെ അടുത്ത് ശുപാർശ ചെയ്യണേ, യൗസേ അള്ളാന്റെ അടുത്ത് ശുപാർശ ചെയ്യണേ. അല്ലെ, നോക്കിയ നിങ്ങൾ ഷിർക്കിലേക്ക് പോകുന്ന വഴി. ഇന്നാലില്ലാ നഊദു ബില്ലാഹ്. തൗഹീദ് മാത്രം ഉൾക്കൊണ്ട ഒരു സമുദായം വല്ലാഹി 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 ഈ ലോകത്ത് ഏതൊക്കെ തൗഹീദിന്റെ സമുദായം ഉണ്ടായിട്ടുണ്ടോ അവരുടെ അടുത്തേക്കൊക്കെ ഇബ്ലീസ് കടന്നു വന്നിട്ടുണ്ട്, ശൈത്താൻ കടന്നു വന്നിട്ടുണ്ട്, കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുണ്ട്, ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട്, ഷിർക്കിന്റെ പാതാളത്തിലേക്ക് എന്നേക്കുമായി തള്ളിയിട്ടുണ്ട്. അല്ലെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം തൊണ്ട കീറി പ്രബോധനം ചെയ്തു. അല്ലെ, തൊണ്ട കീറി പ്രബോധനം ചെയ്തു. അല്ലാഹുവേ, ഞാൻ രാവും പകലുമില്ലാതെ രഹസ്യമായും പരസ്യമായും അവരെ ഞാൻ പ്രബോധനം ചെയ്തു. അവരെന്താ ചെയ്തത്? നൂഹ് നബി അല്ലാഹുവിനോട് പരാതി പറയാ, ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം, ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം. അവരവരുടെ ചെവികളിലേക്ക് വിരൽ വെച്ച് കളഞ്ഞു. നാഥാ, ഓടിക്കളഞ്ഞു തമ്പുരാനെ, എന്റെ വാക്കുകളെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. നാഥാ, അവരെന്റെ വാക്കുകൾക്ക് യാതൊരു തരത്തിലുള്ള ചെവിയും തന്നില്ല തമ്പുരാനെ. ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അതുകൊണ്ട് ഒരൊറ്റ കുഞ്ഞിനെ പോലും ഈ ഭൂമിയിൽ വിടരുത്, കാഫിറായ ഒരൊറ്റ മനുഷ്യരെ പോലും ഈ ഭൂമിയിൽ നീ അവശേഷിപ്പിച്ച് കളയരുത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അല്ലാഹു കൽപ്പന നൽകി, വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ. നൂഹേ, നീ ഒരു കാര്യം ചെയ്തു കൊള്ളുക, കപ്പലുണ്ടാക്കിക്കൊള്ളുക, നമ്മുടെ കൺമുന്നിൽ വെച്ച് കപ്പലുണ്ടാക്കിക്കൊള്ളുക. കപ്പലുണ്ടാക്കുന്ന സമയത്ത് നാട്ടിലുള്ള എല്ലാവരും പരിഹസിച്ചു. എന്താണ് നൂഹേ ചെയ്യുന്നത്? പൊട്ടത്തരമാണോ ചെയ്യുന്നത്? ഇവിടെ കടലുണ്ടോ? ഇവിടെ പുഴയുണ്ടോ? നീ എന്തിനാണ് കപ്പലുണ്ടാക്കുന്നത്? പറഞ്ഞ് നിനക്ക് ഭ്രാന്തായോ? അവസാനം അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, ഭൂമി നിന്റെ ഭൂഗർഭജലത്തെ മുഴുവനും പുറത്തേക്ക് തള്ളുക, ആകാശമേ പേമാരി പെയ്യിക്കുക. ഓവനിന്റെ അകത്ത് നിന്ന് പോലും വെള്ളത്തിന്റെ പ്രവാഹമുണ്ടായി. മൗജുൻ കൽ ജിബാൽ, മലകളെ പോലെയുള്ള തിരമാലകൾ ഒരു സിവിലൈസേഷനെ മുഴുവനും നശിപ്പിച്ചു കളയുകയാണ്. മൗജുൻ കൽ ജിബാൽ. എത്രയാണ് ഒരു മലയുടെ ഉയരം? 1000 അടി, 2000 അടി, 3000 അടി ഉയർന്നു നിൽക്കുന്ന ഒരു മലയുടെ അത്രയുമുള്ള തിരമാല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമേരിക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അൾട്രാസോണിക് വിമാനത്തിന് പോലും രക്ഷപ്പെടാൻ ഒരുപാട് പാട് തന്നെയാണ്. രക്ഷപ്പെടാൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ അല്ലാഹുവിന്റെ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ വന്ന് കഴിഞ്ഞപ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലതാ ആ തിരമാലകൾക്കിടയിലൂടെ ഒഴുകിപ്പോകുകയാണ്. തീപ്പെട്ടി പോലെയുള്ള ആ കപ്പൽ, അല്ലേ, മലകളോളം ഉയരമുള്ള വലിയ തിരമാലകൾക്കിടയിലൂടെ ഒരു തീപ്പെട്ടിയോളം പോന്ന കപ്പൽ ഒഴുകി നീങ്ങുകയാണ്. അതാ കപ്പലിന്റെ സാങ്കേതിക വിദ്യയല്ല, അതാ കപ്പലിന്റെ സയന്റിഫിക്കൽ ഫോർമേഷൻ അല്ല, അതാ കപ്പലിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ല. പിന്നെ അല്ലാഹുവിന്റെ കൺമുന്നിലാണ് ആ കപ്പൽ സഞ്ചരിക്കുന്നത്, അല്ലാഹുവിന്റെ ആജ്ഞാപനത്തിലാണ് ആ കപ്പൽ സഞ്ചരിക്കുന്നത്. മല പോലെയുള്ള തിരമാലകളിൽ ആ കപ്പൽ തീപ്പെട്ടിയുടെ അത്ര മാത്രമേ ഉള്ളുവെങ്കിലും അല്ലാഹുവിന്റെ സംരക്ഷണം ആ കപ്പലിനുണ്ട്. അല്ലാഹുവിന്റെ ബലിഷ്ഠമായ കരങ്ങളുടെ സംരക്ഷണം ആ കപ്പലിനുണ്ട്. അല്ലാഹുവിന്റെ അചഞ്ചലമായ വിധിയാണ് ആ കപ്പലിനെ തിരമാലകൾ മുറിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലേ, അല്ലാഹു വിജയിപ്പിച്ചു തൗഹീദിനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ വിജയിപ്പിച്ചു. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ വീണ്ടും ഭൂമിയിൽ ഉണ്ടായി. ആ സമുദായത്തിൽ നിന്ന് തന്നെ പിന്നെയും മുശ്രിക്കുകൾ ഉണ്ടായി.
ആ സമുദായത്തിൽ നിന്ന് തന്നെ വീണ്ടും മുശ്രിക്കുകൾ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിനോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ അല്ലേ. ഇബ്ലീസ് പല വഴിയും കാണിച്ചു തരും, പല വഴിയും ഇബ്ലീസ് കാണിച്ചു തരും. മനസ്സിലാക്കാൻ പറ്റാത്ത വഴികൾ. വീണു പോകരുത്, വീണു പോകരുത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആദർശം നെഞ്ചോട് ചേർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരും അല്ലേ. കടുത്ത പരീക്ഷണങ്ങൾ. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കഥ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഈ കഥയൊക്കെ റബ്ബ് വിവരിച്ചു തരുന്ന എന്തിനു വേണ്ടിയാണെന്നറിയോ? മനുഷ്യൻ മനസ്സിലാക്കാനാണ്. എന്താണ് ആ കഥ? فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. വല്ലാത്ത ഒരു ചരിത്ര സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല താലൂത്ത് നബി അലൈഹി താലൂത്ത് എന്ന രാജാവിന് വഹി നൽകിയ സന്ദർഭം, താലൂത്ത് എന്ന രാജാവിന് അറിവ് നൽകിയ സന്ദർഭം. താലൂത്ത് തന്റെ ജനങ്ങളോട് പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ സൈന്യമേ, ജാലൂത്ത് എന്ന രാക്ഷസനുമായി യുദ്ധത്തിന് പോകുന്ന സൈന്യമേ, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ, ഒരു നദി കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, ആരെങ്കിലും ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ആ നദിയിൽ നിന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ ഫലൈസ മിന്നി, അവർ നമ്മിൽ പെട്ടവനല്ല. ഇല്ലാ മൻ ഇഖ്തറഫ ഖുർഫതൻ ബിയദി, നന്നദാഹമുണ്ടെങ്കിൽ ഒരു കവിള് മാത്രം കുടിക്കുക, ഒരൊറ്റ കവിള് മാത്രം കുടിക്കുക. ഇല്ലാ മൻ ഇഖ്തറഫ ഖുർഫതൻ ബിയദി ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും, കളകളാരവം ഒഴുക്കിക്കൊണ്ട് ഒഴുകുന്ന ജോർദാൻ നദിയുടെ തീരത്തെത്തിയ സമയത്ത്, ജോർദാൻ നദിയുടെ വക്കത്തെത്തിയ സമയത്ത് ലോകൈകനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാപനമതാ ഒരു വലിയ സമുദായം മറന്നു കളയുകയാണ്. ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും, വളരെ ചുരുക്കം ചില ആളുകൾ, വളരെ ചുരുക്കം ചില ആളുകൾ ഒഴികെ മറ്റെല്ലാവരും വെള്ളം കുടിച്ചു കളഞ്ഞു. അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ തോറ്റു അല്ലേ. ഒരു വലിയ സമുദായം തെറ്റിപ്പോയി, ഒരു വലിയ സമുദായം നാശത്തിലേക്ക്. അങ്ങനെ അവർ ജാലൂത്തുമായി കണ്ടുമുട്ടുകയാണ്. യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ് കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ് വല്ലാഹു മഅസ് സാബിരീൻ. ജാലൂത്തിന്റെ ആബാല ചൂടം വരുന്ന സൈന്യത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് താലൂത്തിന്റെ സൈന്യം പറയുകയാണ്, ഇതെത്ര വലിയ സമുദായമാണ്, ഇവരോട് ജയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? അവിടെ അല്ലാഹുവിന്റെ മറുപടി, വല്ലാഹു മഅസ് സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹ്, ക്ഷമ അവലംബിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹ്. എന്നിട്ട് ആ മനുഷ്യർ പ്രാർത്ഥിച്ചു, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ വസബ്ബിത് അഖദാമനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. നാദാ, ഇടറിപ്പോകാതെ ഞങ്ങളുടെ പാദങ്ങൾ ക്ഷമയുടെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് പതർച്ച സംഭവിക്കാതെ കാത്തുകൊള്ളണേ നാഥാ. ഞങ്ങളുടെ കണ്ടങ്ങൾ ഇടറാതെ ശിർക്കിന്റെ കോട്ടകൊത്തളക്കങ്ങൾക്ക് മുമ്പിൽ തൗഹീദിന്റെ അചഞ്ചലമായ ശബ്ദമുയർത്തിവിടാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാനെ. താലൂത്തിന്റെ സൈന്യം പറഞ്ഞു അല്ലേ. ആ സൈന്യം ഒരു വലിയ സമുദായം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ഒരു വലിയ സമുദായം തെറ്റിപ്പോയി, മോശമായി പോയി അല്ലേ. അതുപോലെയുള്ള പരീക്ഷണം ഇന്നുമുണ്ട്. ഒരു ഭാഗത്തു നിന്ന് പിശാചിന്റെ ദുർബോധനം, മറുഭാഗത്തു നിന്ന് അള്ളാഹുവിന്റെ പരീക്ഷണം. ഇതിന്റെ നടുവിൽ കൂടെ വേണം മനുഷ്യൻ ജീവിച്ചു പോകാൻ.
ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു വലിയ സമുദായം പരീക്ഷിക്കപ്പെട്ടു. അവർ ആ പരീക്ഷണത്തിൽ തോറ്റു. സഹോദരങ്ങളെ, പ്രവാചകന്റെ കാലത്ത് പരീക്ഷണങ്ങൾ ഉണ്ടായി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിന് പരീക്ഷണങ്ങൾ ഉണ്ടായി. നമ്മളും പരീക്ഷണത്തിന് വിധേയമാകില്ലേ? ഇല്ലേ? തീർച്ചയായും ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ സാധിക്കണം. ആ പരീക്ഷണത്തിന്റെ മുന്നിൽ അചഞ്ചലമായി നിലനിൽക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണത്തിലും പതറാതെ പിടിച്ചു നിൽക്കുന്ന ധൈര്യവാന്മാരുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. റബ്ബിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. അല്ലേ? സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കുറിച്ചറിയാം. സോണിയാഗാന്ധിയെ കുറിച്ചറിയാം. ബറാക് ഒബാമയെ കുറിച്ചറിയാം. ജോർജ് ഡബ്ല്യു ബുഷിനെ കുറിച്ചറിയാം. പക്ഷേ ഇവരെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ച് നമുക്കറിയില്ല. ആ സൃഷ്ടാവിനെ നാം പഠിച്ചത് മറ്റെവിടെയൊക്കെയോ നിന്നാണ് ആ സൃഷ്ടാവിനെ കുറിച്ച് നാം പഠിച്ചത്. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. അല്ലാഹുവിനെ നിങ്ങളുണ്ടല്ലോ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. കണക്കാക്കേണ്ടതുപോലെ റബ്ബിനെ നിങ്ങൾ കണക്കാക്കിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണാൻ പോയ ഒരു സന്ദർഭം ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. വളരെയധികം ഹൃദയഹാരിയായ ഒരു സന്ദർഭം, വളരെയധികം മനുഷ്യന്റെ ഹൃദയത്തിൽ തറച്ച് കയറുന്ന ഒരു രംഗം. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അല്ലാഹുവോട് പറയാ, അല്ലാഹുവേ, ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈക قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وإني من المسلمين. അല്ലാഹുവേ, എനിക്ക് നിന്നെ കാണണം റബ്ബേ. റബ്ബി അരിനി അൻദുർ ഇലൈക. അല്ലാഹുവേ, എനിക്ക് നിന്നെ ഒന്ന് നോക്കണം റബ്ബേ. ആകാശത്തിന്റെ അനന്ത വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷിയുടെ ചിറകിന്റെ ഘടനയെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, മത്സ്യത്തെ കടലിന്റെ അഗാധ തലങ്ങളിൽ മത്സ്യം ഊളിയിടുമ്പോൾ അതിന്റെ ആന്തരങ്ങൾ അറിയുന്ന റബ്ബേ, കോടാനുകോടി വൃക്ഷങ്ങളിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ നിന്ന് ഒരു കുഞ്ഞില ഞെട്ടറ്റ് കൊണ്ട് താഴേക്ക് വീഴുന്ന സമയത്ത് ആ ഇലയുടെ ആക്സിലറേഷനും വെലോസിറ്റിയും വരെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്ന അല്ലാഹ്, എനിക്ക് നിന്നെ ഒന്ന് കാണണം റബ്ബേ. റബ്ബി അരിനീ അൻദുർ ഇലൈക. എനിക്ക് നിന്നെ ഒന്ന് കാണണം അല്ലാഹ്. എനിക്ക് നിന്നെ ഒന്ന് ദർശിക്കണം അല്ലാഹ്. അല്ലാഹു പറയുകയാണ്, ലാ തറാനി, മൂസാ, നീ എന്നെ കാണുകയില്ല. നിന്റെ കണ്ണുകൾ കൊണ്ട് എന്നെ കാണാൻ സാധ്യമല്ല. നിനക്കെന്നെ ദർശിക്കാൻ സാധ്യമല്ല. ഞാൻ നിന്റെ കണ്ണുകളിൽ നിന്നും എത്രയോ അപ്പുറത്താണ് മൂസാ. ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് ഞാൻ എത്രയോ അപ്പുറത്താണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വാശി പിടിക്കുകയാണ്, അല്ലാഹ്, എനിക്ക് നിന്നെ കാണണം റബ്ബേ. നീ പറഞ്ഞപ്പോ ഫിർഔനിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിന്റെ സന്ദേശം ഞാൻ മുഴക്കിയില്ലേ തമ്പുരാനെ. അതുകൊണ്ട് എനിക്ക് നിന്നെ കാണണം അല്ലാഹ്. വലാകിൻ ഇൻദുർ ഇലൽ ജബൽ. അല്ലാഹു പറഞ്ഞു, മൂസാ, നീ എന്നാൽ ഒരു കാര്യം ചെയ്തു കൊള്ളുക, ആ പർവ്വതത്തിലേക്കൊന്ന് നോക്കിക്കൊള്ളുക. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കാ വഖറ മൂസാ സഇഖാ. മേഘങ്ങളെ ചുംബിച്ചു നിൽക്കുന്ന ആ മാമലയുണ്ടല്ലോ, ആ പർവ്വതമുണ്ടല്ലോ, അല്ലാഹു ഒന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയം, അല്ലാഹു ഒന്ന് ഇറങ്ങാൻ ആലോചിക്കുന്ന സമയം, ജഅലഹു ദക്കാ, ആ പർവ്വതമതാ ഛിന്ന ഭിന്നമായി പോകുകയാണ്. മേഘങ്ങളെ ചുംബിച്ചു നിൽക്കുന്ന പർവ്വതം, ഭൂമിയെ കുലുങ്ങാതെ ആണിയായി പിടിച്ചു നിൽക്കുന്ന പർവ്വതമതാ അല്ലാഹുവിന്റെ സാന്നിധ്യം കൊണ്ടതാ ഛിന്ന ഭിന്നമായി തവിടുപൊടിയാകുകയാണ്. മൂസാ
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതനായി വീഴുകയാണ്, ബോധം കെട്ട് വീഴുകയാണ്. ഫലമ്മാ അഫാത ഖാല സുബ്ഹാനക തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ബോധം വന്ന സമയത്ത് മൂസാ നബി പറഞ്ഞു, ഇന്നി തുബ്തു ഇലൈക, എനിക്ക് മാപ്പ് തരണേ അല്ലാഹ്, മാപ്പ് റബ്ബേ, പശ്ചാത്താപം തരണേ അല്ലാഹ്, സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ. അല്ലേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതനായി വീണു. ഭയാനകമായ കാഴ്ചയായിരുന്നു. ഇതാണ് റബ്ബ്, ഇതാണ് അല്ലാഹ്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച നാഥൻ, ഖുർആൻ പഠിപ്പിക്കുന്ന റബ്ബ്. അല്ലേ, ഒന്നിറങ്ങാൻ തീരുമാനിച്ച സമയത്ത് മലയതാ ഭിന്ന ഭിന്നമായി പൊട്ടിത്തെറിച്ചു. അല്ലാഹുവിന്റെ ശക്തി കൊണ്ട്, വഹദാനിയത്തിന്റെ ശക്തി കൊണ്ട്, ഏകനായ റബ്ബിന്റെ കരുത്തുകൊണ്ട്, ഖുദ്റത്ത് കൊണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുത്തപ്പെടുന്ന അല്ലാഹ് ഏതാണ്? ഏതാണ് റബ്ബേ? പറയാതിരിക്കാൻ വയ്യ, പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ആളുകളും പഠിച്ചു വെച്ചിരിക്കുന്ന റബ്ബ് ഏത്, അല്ലാഹ് ഏത്? സഹോദരങ്ങളെ, ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്, ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു സ്ത്രീ ഒരു വലിയന്റെ അടുത്ത് അതിന്റെ മുമ്പ് ഒരു കാര്യം പറയാ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ മഹത്തുക്കളാണ്, അവർ മഹത്തുക്കളാണ്. ഒരുപാട് അള്ളാഹു കറാമത്ത് നൽകുന്നവരാണ്, അള്ളാഹു അനുഗ്രഹിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഔലിയാക്കളെ കുറിച്ച് നിങ്ങൾ അറിയണേ, നിങ്ങൾ മനസ്സിലാക്കണേ, അവർ പേടിയില്ലാത്തവരാണ്, ദുഃഖിക്കേണ്ടാത്തവരാണ്. നാളെ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിൽ അല്ലാഹുവിന്റെ നിർഭയത്വത്തിൽ കിടന്ന് ജീവിക്കുന്നവരാണ്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, അവനെ സൂക്ഷിച്ചവരാണ് ഔലിയാക്കൾ. അല്ലേ, ഒരു സാന്ദർഭികമായി പറയുകയാണ്, ഒരു ആക്ഷേപമുണ്ട്, മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫികൾ ഔലിയാക്കളെ ബഹുമാനിക്കുന്നില്ല എന്ന്. സഹോദരങ്ങളെ, വല്ലാഹി 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 സത്യം, അങ്ങനെയൊരു നയം, അങ്ങനെയൊരു സമീപനം മുജാഹിദുകൾക്കില്ല. തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധാരണ മാറ്റാൻ മാത്രമായി പറയുകയാണ്. ഇല്ല, ഔലിയാക്കളെ ബഹുമാനിക്കണം, ഔലിയാക്കളെ ആദരിക്കണം, അവർക്ക് വേണ്ടുന്ന ആദരവ് നൽകണം. പക്ഷേ എവിടെയാണ് വിയോജിക്കുന്നത്? എവിടെ? പിന്നെ ഒരുപാട് ഔലിയാക്കളെയും പ്രവാചകന്മാരെയും കളിയാക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാകും. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കേണ്ട കാര്യം എന്താ അറിയോ? അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചോദിക്കേണ്ടത്? അതിന്റെ മുൻപ് അല്ലെങ്കിൽ അതിന്റെ പിൻപ് അല്ലെങ്കിൽ ആ പ്രസംഗം മുഴുവനും കേൾക്കുക, അല്ലെങ്കിൽ ആ പ്രസംഗം മുഴുവനും കേൾക്കുക. ആരുടെ സംസാരമാണ് സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കാത്തത്? ഞാനിപ്പോ ഇവിടുന്ന് പറഞ്ഞു, എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ എന്നെ ആക്ഷേപിച്ചു. എന്താ ആക്ഷേപിച്ചത്? ഞാൻ കള്ളു കുടിച്ചു. ഞാനിപ്പോ സംസാരിക്കാം. എന്റെ നാട്ടിൽ ഒരാൾ എന്നെ ആക്ഷേപിച്ചു. എന്താ ആക്ഷേപിച്ചത്? ഞാൻ കള്ളു കുടിച്ചു. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? ആ ഞാൻ കള്ളു കുടിച്ചു എന്നുള്ള ഭാഗം കട്ട് ചെയ്തു, എന്നിട്ട് പിറ്റേന്ന് ക്ലിപ്പ് ഇട്ടു. എന്താണ്? ഞാൻ കള്ളു കുടിച്ചു, ഞാൻ കള്ളു കുടിച്ചു, ഇങ്ങനെ പറയാ. വേണമെങ്കിൽ ഇതും ക്ലിപ്പാവും. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇതും ക്ലിപ്പായി കൂടായികയില്ല. നഊസുബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ക്ലിപ്പുകൾ കേട്ടുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ, മുജാഹിദുകളെ മനസ്സിലാക്കാതെ എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കുക. ഔലിയാക്കളെ ഒരിക്കലും മുജാഹിദുകൾ പുച്ഛിക്കുന്നില്ല, പ്രവാചകന്മാരെ ഒരിക്കലും. ഏറ്റവും വലിയ അപകടം തരുന്നത്, ഏറ്റവും വലിയ അപകടം, മുജാഹിദുകൾ ഒരു സഹോദരനോട് ചോദിക്കാണ്, നിങ്ങൾക്ക് നബി ഇല്ലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾക്ക് നബി ഇല്ലേ എന്ന് ഒരു സഹോദരനോട് ചോദിക്കാം. എന്തൊരു ചോദ്യമാണ് സഹോദരങ്ങൾ ഇത്? നബി ഇല്ലേന്നോ? നബി ഇല്ല എന്നോ? എന്നെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോ താടിയൊക്കെ വടിച്ച് ക്ലീൻ ഷേവ് ചെയ്ത് ബിരിയാണിക്ക് താഴെ പാന്റ് ഇട്ട് ടൈറ്റ് പാന്റ് ഇട്ട് ചെത്തിയിട്ട് പോവാൻ ആഗ്രഹമില്ലായിട്ടല്ല, അല്ലാഹുവിന് വേണ്ടി പ്രവാചകന്റെ മൻഹജ് സ്വീകരിച്ചതുകൊണ്ട്, പ്രവാചകന്റെ മാർഗദർശനം സ്വീകരിച്ചതുകൊണ്ട്. മുജാഹിദുകൾ പറയാ, പ്രവാചകൻ ഇല്ലാത്രേ. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മുജാഹിദുകൾ തയ്യാറല്ല എത്രേ. സഹോദരങ്ങളെ, ആരോപണങ്ങള് അത് ആരെക്കുറിച്ചാണോ ആരോപിക്കപ്പെടുന്നത് അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക, അല്ലാതെ അത് വെച്ച് നടക്കരുത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ച് ഖുർആൻ ഒരു ആദർശം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലാഹുവിനെ കുറിച്ച് ഖുർആൻ ഒരു ആരോപണം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ മാലക്കിതാബുകളും അതുപോലെ പാളക്കിതാബുകളും പഠിപ്പിച്ചു തരുന്ന ഒരു ആദർശമുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ആരെയും വേദനിപ്പിക്കാനല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും
വിമർശിക്കാനുമല്ല. സഹോദരങ്ങളെ, നിഷ്പക്ഷമായി ഒന്ന് കേട്ടു നോക്കുക. പറയുന്ന ആള് നോക്കണ്ട, പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ മതി. പറയുന്ന ആള് കറുത്തിട്ടാണോ തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ മുജാഹിദാണോ സുന്നിയാണോ നോക്കല്ലേ, പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കുക. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചു തന്ന ഒരു ആദർശം. പിന്നെയോ മാലക്കിതാബുകൾ പഠിപ്പിച്ചു തന്നത് ഒരു കഥ. എന്താ കഥ എന്നറിയോ? ഒരു സ്ത്രീക്ക് കുട്ടി ഉണ്ടാവുന്നില്ല. അങ്ങനെ വലിയന്റെ അടുത്ത് ചെന്നു. ഔലിയാക്കളെ ബഹുമാനിക്കണേ, മറക്കരുത്. വലിയന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കുട്ടിയില്ല, എനിക്കൊരു കുട്ടിനെ വേണം. വലിയ അള്ളാനെ നോക്കി പറഞ്ഞു, കുട്ടിനെ കൊടുക്കണം. അല്ലാഹ് പറഞ്ഞു, കുട്ടിനെ കൊടുക്കൂല. ലൗഹുൽ മഹ്ഫൂദിൽ കുട്ടിയില്ല, കുട്ടിനെ കൊടുക്കൂല. എന്നാ 2 കുട്ടിനെ കൊടുക്കണം. ഇല്ല, അതും ഇല്ല. എന്നാ 3, അതും ഇല്ല. 4 ഇല്ല. 5 ഇല്ല. 6 ഇല്ല. 7 കൊടുക്കാം. ഇനി അതിന്റെ അപ്പുറം പറയല്ലേ, 7 കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് മാലക്കിതാബുകൾ പരിചയപ്പെടുത്തുന്ന അല്ലാഹ്. മാലക്കിതാബുകൾ പരിചയപ്പെടുത്തുന്ന അല്ലാഹ് വമാ ഖദറുല്ലാഹ ഹഖ ഖദരി എന്ന അല്ലാഹുവിന്റെ ഖുർആനിക ചോദ്യത്തിനുള്ള പ്രസക്തി ഇവിടെയാണ് പ്രസക്തി സഹോദരങ്ങളെ. അല്ലേ, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ, അവന്റെ സിഫത്തിനെ ഇകഴ്ത്തി കാണിക്കുക ഒരു വലിയന്റെ ചോദ്യത്തിന്റെ മുന്നിൽ തരംതാണ് പോകുന്നതാണോ റബ്ബിന്റെ മഹത്വം, റബ്ബിന്റെ സിഫത്ത്? അല്ല. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. ഏതൊരു വഹ്ദാനിയത്തിന്റെ മുന്നിലാണോ കിസ്റ കൊട്ടാരത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന സ്വത്തുക്കൾ കീഴടങ്ങിയത്, ഏതൊരു വഹ്ദാനിയത്തിന്റെ മുന്നിലാണോ ഖൈബർ കൊട്ടാരത്തിന്റെ കോട്ടവാതിലുകൾ തകർന്നടിഞ്ഞത്, ഏതൊരു വഹ്ദാനിയത്തിന്റെ മുന്നിലാണോ റോമാ സാമ്രാജ്യത്തിന്റെ, പേർഷ്യ സാമ്രാജ്യത്തിന്റെ ഏകാധിപത്യത്തിന്റെ, സ്വേച്ഛാധിപത്യത്തിന്റെ സിംഹാസനങ്ങളുടെ ചെങ്കോലുകളുടെ അധികാരങ്ങൾ അറ്റുവീണത്, ഏതൊരു വഹ്ദാനിയത്തിന്റെ മുന്നിലാണോ ബദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ആഭാലചൂടം വരുന്ന ജനങ്ങൾക്കിടയിലേക്ക് അല്ലാഹുവിന്റെ ആകാശത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് സഹായിച്ചത്, ഏതൊരു വഹ്ദാനിയത്തിന്റെ മുന്നിലാണോ ശിർക്കിന്റെ കോട്ടകൊത്തലങ്ങൾ തകർന്നടിഞ്ഞത്, ആ വഹ്ദാനിയത്തിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക. അത് മനസ്സിൽ അടിയുറപ്പിക്കുക. ചങ്കിലെ ചോര പണയം വെച്ചും ആ വഹ്ദാനിയത്തിനെ കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തൗഹീദ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റേതാണ്, കൂട്ടായ്മയുടേതാണ്, ഐക്യത്തിന്റേതാണ്, കാരുണ്യത്തിന്റേതാണ്, വാത്സല്യത്തിന്റേതാണ്. സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും തബ്ലീഗിനും എപിക്കും മീകക്കും മുജാഹിദ് വിഭാഗങ്ങൾക്കും തമ്മിൽ പറഞ്ഞ് തർക്കിക്കാനും അടികൂടാനും ഉള്ളതല്ല തൗഹീദ്. അല്ല, തൗഹീദ് അതിനു വേണ്ടിയുള്ളതല്ല. പിന്നെ തൗഹീദ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഒരുമയോടെ ഒന്നിച്ച് ജീവിക്കുവാനുള്ളതാണ്. ഒരുമയോടെ ഒന്നിച്ച് ജീവിക്കുവാനുള്ളത്. അല്ലേ, ഹിന്ദുവായവനും ക്രിസ്ത്യാനിയായവനും ജൂതനായവനും സുന്നിയായവനും മുജാഹിദായവനും ജമാഅത്തായവനും തബ്ലീഗായവനും എല്ലാവരും ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹുവിനോട് കൊടുത്ത വാഗ്ദാനമാണത്. എന്ത് തൗഹീദ്? ഞങ്ങൾക്ക് നീ മാത്രം മതി തമ്പുരാനെ, ഞങ്ങൾക്ക് നീ മാത്രം മതി. അല്ലാഹുവിനോട് കൊടുത്ത വാഗ്ദാനം അത് ഐക്യമാണ്, അത് സ്നേഹമാണ്. അല്ലേ, ആ സ്നേഹമാകട്ടെ നമ്മുടെ മുഖമുദ്ര, ആ സ്നേഹമാകട്ടെ മുസ്ലിമീങ്ങളുടെ മുഖമുദ്ര. തമ്മിലടിക്കണ്ട, ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് പരസ്പരം ചപ്പ് ചവറുകൾ വാരി എറിയണ്ട. എന്തിനാണ്? മുസ്ലിങ്ങളല്ലേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് പറഞ്ഞവരല്ലേ? അല്ലേ, ഒരൊറ്റ കെട്ടിടത്തിൽ സ്ഥാപിക്കപ്പെട്ട കല്ലുകളെ പോലെ ശിർക്കിന്റെ കോട്ടകൊത്തലങ്ങൾക്കെതിരെ പൊരുതേണ്ടവരല്ലേ നമ്മൾ? ഒരൊറ്റ ശരീരത്തിലെ അവയവങ്ങളെ പോലെ, ഒരു അവയവത്തിന് വേദനിച്ചാൽ മറ്റുള്ള അവയവങ്ങൾ വേദനിക്കുന്നത് പോലെ ഒരുപോലെ നടക്കേണ്ടവരല്ലേ നമ്മൾ? ഒരൊറ്റ കഅബക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നവരല്ലേ നമ്മൾ? ഒരേ ഒരു ആദർശം കൊണ്ട് നടക്കുന്നവരല്ലേ നമ്മൾ? മൈതാനിയിൽ ഒരേ ഒരു വേഷവിധാനവുമായി, നെഞ്ചിൽ ഒരേ ഒരു വികാരവുമായി, ഹൃദയമിടിപ്പിന്റെ താളം തെറ്റാതെ ഒരുപോലെ പ്രവർത്തിക്കുന്നവരല്ലേ നമ്മൾ? എന്തിന് തമ്മിലടിക്കണം? അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ആദർശത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടിക്കൂടെ? സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. സുന്ദരമായ ആ സന്ദർഭം സമസ്തയെന്നും KNM എന്നും മുജാഹിദ് എന്നും ജമാഅത്ത് എന്നും തബ്ലീഗ് എന്നും വ്യത്യാസമില്ലാതെ മുസ്ലിമീങ്ങൾ മുഴുവനും ഒരു കുടക്കീയിൽ ഈ കേരളത്തിന്റെ നനഞ്ഞ മണ്ണിൽ നിന്നുകൊണ്ട് അല്ലാഹ് എന്ന് വിളിക്കുന്ന സുന്ദരമായ നിമിഷത്തെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സഹോദരങ്ങളെ, ഈ നാടെങ്കിലും അങ്ങനെയായി തീരട്ടെ. തമ്മിലടിക്കാത്ത, സ്പർദ്ധയില്ലാത്ത, ഒരു തരത്തിലുള്ള ദേഷ്യവും അസൂയവും ഇല്ലാത്ത മുസ്ലിമീങ്ങൾ, എല്ലാവരും മുസ്ലിമീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമുദായത്തെ അങ്ങനെയാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്നേഹമാണ് പ്രബോധനം, സ്നേഹമാണ് എല്ലാം. അല്ലേ,
9ാം ക്ലാസ്സിൽ ഒരു പദ്യമുണ്ട്, ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം സ്നേഹമതൊന്നല്ലോ പരക്ക നമ്മെ പാലമൃതോട്ടും പാർവണ ശശിബിംബം ഭക്ത്യനുരാഗതയാദിവ പുസ്സ പരാത്മ ചൈതന്യം പരമട്ടേന്തി പാരിദിനങ്ങും പ്രകാശമരുളുന്നു എന്ന് പറഞ്ഞ കവിത അല്ലെ 9ാം ക്ലാസ്സിൽ കൗമാരപ്രായത്തിൽ പഠിച്ചവരാണ് നമ്മൾ എല്ലാവരും അല്ലെ. മനസ്സിലുണ്ടെങ്കിൽ അത് നീക്കിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സ്നേഹത്തിന് കീഴടക്കാൻ കഴിയാത്ത ആരുമില്ല, സ്നേഹത്തിന് കീഴടക്കാൻ കഴിയാത്ത ആരുമില്ല. ഒരു കഥയുണ്ട്. ഒരു ജർമ്മൻ പട്ടാളക്കാരൻ 2ാം ലോകയുദ്ധം മഹായുദ്ധം കഴിഞ്ഞ ശേഷം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് റോഡരികിൽ ഇങ്ങനെ നിൽക്കാൻ. എന്തിനാ നിൽക്കുന്നതെന്നറിയോ? ഏതെങ്കിലും ഒരു വാഹനം അയാളുടെ മുന്നിൽ വന്നാൽ ആ വാഹനം അയാൾക്ക് ലിഫ്റ്റ് കൊടുത്താൽ എന്ത് ചെയ്യും? ആ വാഹനത്തിലുള്ളവരെ കൊന്നുകളയും, എന്നിട്ട് അവരുടെ എല്ലാ സ്വത്തുക്കളും അപഹരിക്കും. ഇതാണ് ആ യുവാവിന്റെ തീരുമാനം. ഒരുപാട് വാഹനങ്ങൾക്ക് കൈനീട്ടി. ഈ കാര്യം പതിവായതുകൊണ്ട് ആരും നിർത്തിയില്ല. അവസാനം ഒരു വണ്ടി വന്ന് നിർത്തി, ഒരു പഴയ വണ്ടി 65 മോഡൽ വണ്ടി. അയാൾ അതിന്റെ ഉള്ളിൽ കയറി. ഒരു വയസ്സനും വയസ്സിയും, വൃദ്ധയും വൃദ്ധനും, 2 ആളുകളുണ്ട്. അയാൾ കേറിയ പാടെ മുന്നിലിരിക്കുന്ന വൃദ്ധ, എന്തൊക്കെയുണ്ട് മോനെ, വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടോ? ആ ചോദ്യം അടിവരയിടണേ. എന്തൊക്കെയുണ്ട് മോനെ, വല്ലാത്ത ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, നിന്റെ മുഖത്ത് എന്തോ ഒരു പ്രയാസം ദുഃഖമുണ്ടല്ലോ, എന്താ? നിന്നെ കാണാൻ മരിച്ചുപോയ, യുദ്ധത്തിൽ മരിച്ചുപോയ ഞങ്ങളുടെ മകന്റെ അതേ കട്ടാണ്, അതേ ലുക്കാണ് നിനക്ക് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ കുടൽമാല കുത്തി പുറത്തേക്ക് എടുക്കാനിരുന്ന ആ കത്തി അവര് കാണാതെ ഒളിപ്പിച്ചു വെച്ചു അത്രേ. എന്നിട്ട് പിന്നെയും ഒരുപാട് സംസാരിച്ചു ഈ വൃദ്ധയും വൃദ്ധനും. അവസാനം ഈ മനുഷ്യനാകെ തകർന്നു പോയി. ഇവൻ വിചാരിച്ചു, പടച്ചോനെ, ഇവരെയാണോ ഞാൻ കൊല്ലാൻ ഉദ്ദേശിച്ചത്? എന്തൊരു അക്രമം! ഒരു സ്ഥലത്തെത്തി ഇറക്കി വിട്ടു. ഒരുപാട് നാളുകൾക്ക് ശേഷം ആ വൃദ്ധനും വൃദ്ധക്കും ഒരു കത്ത് വന്നു, ഇങ്ങനെ വിളിച്ചുകൊണ്ട്, അമ്മേ അച്ഛാ, അന്ന് നിങ്ങളുടെ സ്നേഹം എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എന്റെ കത്തിയുടെ മൂർച്ച, മോനെ എന്നുള്ള നിങ്ങളുടെ വിളി ഒടിച്ചു കളഞ്ഞു. അല്ലെ, ഒരു സ്നേഹാർത്ഥമായ വാക്കിന് വല്ലാത്ത ശക്തിയുണ്ട്. ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. ലവ് ജിഹാദ് എന്ന സംഭവം കത്തിപ്പടരുന്ന സമയം അല്ലെ, കണ്ണൂർ ജില്ലയിലൊക്കെ വളപട്ടണത്തും അതുപോലെയുള്ള പാപ്പരിശ്ശേരി പ്രദേശങ്ങളിലും മുഴുവനും പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നിറയ്ക്കുന്ന സമയം. എല്ലായിടത്തും പോസ്റ്റർ. ലവ് ജിഹാദ് വാദികളെ ശ്രദ്ധിക്കുക, താടി വെച്ച യുവാക്കളെ ശ്രദ്ധിക്കുക, പിന്നെ പാന്റ് കയറ്റിയെടുത്ത യുവാക്കളെ, മീശ വെട്ടിയ യുവാക്കളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പെൺമക്കളെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് നാട് നീളെ പോസ്റ്ററാണ്. നമ്മള് നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകര് RSSന്റെ VHPയും RSSും ഒന്നിച്ചുള്ള ഓഫീസിലേക്ക് കയറിപ്പോയി. ഞങ്ങൾ കയറിയ പാട് അവർക്ക് വല്ലാത്തൊരു, എന്താണ് പടച്ചോനെ ഇത്, ഇവരിങ്ങോട്ട് കയറി വരെ കുറച്ച് താടി വെച്ച ആളുകൾ ഇങ്ങോട്ട്, എന്താണ് ഇവിടെ വല്ല വിപ്ലവം ഉണ്ടാക്കാൻ പോകാണോ, എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ആകെ ബേജാറായി. നമ്മുടെ കൂട്ടത്തിലുള്ള അമീർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അരമണിക്കൂർ സംസാരിച്ചു. അവിടെയുള്ള ഏരിയ സെക്രട്ടറി എഴുന്നേറ്റ് വന്ന് കെട്ടിപ്പിടിച്ചു മനുഷ്യനെ. നമ്മളെയൊക്കെ കെട്ടിപ്പിടിച്ചു, കരഞ്ഞു. ഇതല്ലടോ ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം, ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം വേറെയായിരുന്നു ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം, ഇതായിരുന്നില്ല ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം. എന്നോട് പൊറുക്കടോ, ഇനി ഒരു പോസ്റ്റർ ഉണ്ടാവില്ല, ഇനി ഒരു ലഘുലേഖ ഉണ്ടാകില്ല. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അനുജന്മാരാണ് നിങ്ങളുടെ ജ്യേഷ്ഠന്മാരാണ് നിങ്ങൾ ആരാനല്ല, വേറെ ആളല്ല എന്ന് പറഞ്ഞു. കണ്ണുനീരിൽ ചാലിച്ച വാക്കുകളുമായി ആ മനുഷ്യൻ. നോക്കിയ നിങ്ങൾ സ്നേഹത്തിന്റെ കരുത്ത് അല്ലേ? തൗഹീദിന്റെ ABCD എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലൂടെ നമ്മോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബാ വഖബായില ലിതഅറഫൂ إن أكرمكم عند الله أتقاكم إن الله عليم خبير يا أيها الناس اليوم نشري إنا خلقناكم من ذكر وأنثى നിങ്ങളെ മുഴുവനും ഞാൻ സൃഷ്ടിച്ചത് ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മക്കളെ. അല്ലാഹുവിന്റെ വചനം, സുന്ദരമായ വചനം. ഇറാഖിന്റെ മണ്ണിൽ ബോംബ് വർഷം പെയ്യിച്ചുകൊണ്ട് പാവപ്പെട്ട പിഞ്ചോമന പൈതങ്ങളെ കൊന്നൊടുക്കുന്ന അമേരിക്കൻ പട്ടാളക്കാരനോട് അല്ലാഹുവിന്റെ ഉപദേശം